ഇസ്രയേൽ സയനിസ്റ്റ് രാജ്യത്തിൻ്റെ ഭീകരമായ ആക്രമണങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ട ഒരു സംഭവമാണ് ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിക്കുക എന്നത്. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെയുള്ള അതിഭീകരമായ ഈ ആക്രമണത്തിനെ ഭീകരാക്രമണമെന്ന് വിശേഷിപ്പിക്കുന്ന കാര്യത്തിൽ പല രാജ്യങ്ങളും ഇന്ത്യയടക്കം അതിൽ വിമുഖത കാണിക്കുകയാണ്. 6 പേര് ഇസ്രയേലിൽ ഫലസ്തീൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ അപലപിക്കുവാൻ ഭീകരാക്രമണമെന്ന് പറഞ്ഞവർ ഖത്തറിലേക്കുള്ള ഇസ്രയേൽ ആക്രമണത്തിനെ തമ്മാടി രാഷ്ട്രത്തിൻ്റെ ഭീകരമായ ആക്രമണമെന്ന് വിശേഷിപ്പിക്കുന്നതിൽ മടി കാണിക്കുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം നമുക്കറിയാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്ന തമ്മാടി രാഷ്ട്രത്തിൻ്റെ എല്ലാ പിന്തുണയോടും കൂടിയാണ് ഈ ഗുണ്ടായിസം നടക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ വട്ടപൂജ്യമാണ്, അതെല്ലാവർക്കും അറിയാം. എന്നിട്ട് ഞാനൊന്നും അറിയില്ലേ നാരായണ എന്ന നിലയിലാണ് ട്രംപിൻ്റെ നിലപാട്. ഇവിടെ അറബ് രാജ്യങ്ങൾ നിസ്സഹായമാവുകയാണ്. ലോകത്തെ മുസ്ലിമീങ്ങൾ പ്രതികരിക്കേണ്ട സമയമാണ്. ഇറാനെതിരെ ആക്രമണം നടന്നു. അതിശക്തമായ സൈനികമായ തിരിച്ചടി കൊടുത്തപ്പം അവർ പഞ്ചപുച്ഛമടക്കി പരാജയപ്പെട്ടു പിന്മാറി. വീണ്ടും പാവപ്പെട്ട ഗസയിലെ നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കി പട്ടിണി കടന്നുകൊണ്ട് അവിടെ മരിക്കുന്നു. ബോംബാക്രമണത്തിൽ കുട്ടികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഗർഭിണികളും അടക്കമുള്ള സഹോദരന്മാർ, ആബാലവൃദ്ധൻ ജനങ്ങൾ 70,000-ന്റെ അടുത്തെത്തി. മനുഷ്യജീവനുകൾ ഹോമിക്കപ്പെടുകയാണ്, ധ്വംസിക്കപ്പെടുകയാണ്. അതിനോടുകൂടെയാണ് ഇപ്പോൾ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും, ഒരു നിയമവും ഞങ്ങൾക്ക് ബാധകമല്ല, കാരണം ഞങ്ങളുടെ കൂടെ ലോക പോലീസുണ്ട് എന്നുള്ള ധൈര്യം. ആ ഒരു ലോക പോലീസ് അല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ കളിക്കുമോ? അറബികൾ ഒന്നിച്ചിരുന്നിട്ടൊന്ന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഒലിച്ചു പോകാൻ മാത്രമുള്ള ഒരു വിഭാഗമാണ് ഈ സയനിസ്റ്റ് ജൂതപ്പട എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഒറ്റ പിന്തുണയിലാണ് ഈ ക്രൂര കൃത്യങ്ങൾ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവിടെ, ഇവിടെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ദൗർബല്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ കളി ഇസ്രായേലും അമേരിക്കയും തുടർന്നുകൊണ്ടേയിരിക്കും. അതൊന്നും അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. ചതിയന്മാരാണ് അവർ, വഞ്ചകന്മാരാണ്. അമേരിക്കയുടെ ജാരസന്തതിയാണല്ലോ സയനിസ്റ്റ് രാഷ്ട്രമെന്ന് പറയുന്നത്. ഈ മുഴുവൻ മനുഷ്യരെയും മുസ്ലിമീങ്ങളെയും കൊല്ലുന്നതിനും ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചടക്കണതിനും ഒക്കെ സകല പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണല്ലോ. അതിലൊന്നും സംശയമില്ലല്ലോ. പക്ഷെ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ നിസ്സഹായരായി നിൽക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അവരുടെ തല അമേരിക്കയുടെ കക്ഷത്തിലാണ്. അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ സൈനിക താവളം ഒരുക്കിയ, ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളമാണ് ഖത്തറിലുള്ളത്. ആ സൈനിക താവളം ഒരുക്കിയ ഖത്തർ, ആ ഖത്തറിനെതിരെ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഭീകരാക്രമണം നടക്കുമ്പോൾ അതിനെ ആദ്യമായി പ്രതിരോധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും അമേരിക്കയല്ലേ? അമേരിക്ക അങ്ങനെ ഒരു ധാർമ്മികമായ ബാധ്യതയില്ലേ? ആ ബാധ്യത നിർവഹിക്കുന്നതിന് പകരം മാളത്തിലൊളിച്ചുകൊണ്ട് ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സയനിസ്റ്റ് രാജ്യത്തെ, ഭീകര രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ദൗർബല്യം ഉണ്ടായത്? അമേരിക്കയെ നേരത്തെ വിശ്വാസത്തിലെടുത്തു നമ്മുടെ അറബ് രാജ്യങ്ങളൊക്കെ. അവർ ദുർബലരാണ്. അങ്ങനെ വിശ്വാസത്തിലെടുക്കാനുണ്ടായ കാരണം, അല്ലെങ്കിൽ അമേരിക്കക്ക് സൈനിക താവളം ഒരുക്കാനുണ്ടായ കാരണം എന്താ? അറബ് രാജ്യങ്ങളിൽ. അതിന് കാരണം മറ്റൊന്നല്ല, സ്വന്തം സഹോദരങ്ങളായ അറബ് രാജ്യങ്ങളുടെ ആക്രമണത്തെ ഭയന്നുകൊണ്ട്. ഇസ്രയേലിന്റെ ആക്രമണത്തെ ഭയന്നുകൊണ്ടല്ല അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അറബ് രാജ്യങ്ങളിൽ തുടങ്ങി വെച്ചത്. അതൊരിക്കലും ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് ഈ അറബ് രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അമേരിക്കക്ക് കഴിയില്ല. പക്ഷേ നേരത്തെ കുവൈറ്റ് ഇറാഖ് വാറുണ്ടായപ്പോ ആ സമയത്താണ് ഇതിന്റെ തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 91-92കളിൽ. അപ്പൊ സൈനിക താവളം അതിന്റെ പേരും പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദര രാജ്യങ്ങളെ ഭയപ്പെട്ട് തങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പിന്റെ പ്രത്യാഘാതം എന്ന നിലക്ക് ഒരു ശത്രു രാജ്യത്തിന് തങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ മൊത്തം ശത്രുവായി കാണുന്ന ഈ അങ്കിപ്പടക്ക് സൈനിക താവളം ഒരുക്കി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. പിന്നെ എങ്ങനെ ഇനി ഇസ്രായേലിനെ അടയ്ക്കാൻ പറ്റും? അമേരിക്കയെ തെറ്റിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കാൻ പറ്റും അറബ് രാജ്യങ്ങൾക്ക്? എല്ലാവരും അങ്ങോട്ടൊക്കെ ഓടി ആലിംഗനം ചെയ്ത് ഒരുപാട് ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എന്താകും, തിരിച്ചടിക്കാനുള്ള അധികാരം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താവും നമുക്കറിയില്ല, അല്ലാഹു അഅലം. ഏതായാലും ഒന്ന് മനസ്സിലാക്കുക, ഇന്ത്യയിലാണെങ്കിലും
ആഗോള തലത്തിലാണെങ്കിലും അല്ലദീന യത്തഖിദൂനൽ കാഫിരീന മിൻ ദൂനിൽ ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീന അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ. മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞ ഒരു പരാമർശമാണിത്. മുഅ്മിനീങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് സത്യനിഷേധികളായ ആളുകളെ മിത്രങ്ങളായി സഹായികളായി വെക്കുന്ന ആളുകൾ അയബ്തഗൂന ഇൻദഹുൽ ഇസ്സ, ആ ശത്രുവിന്റെ അടുത്തവർക്ക് അഭിമാനവും അന്തസ്സും ലഭിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? ഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, സൂറത്തുൻ നിസാ 139. തീർച്ചയായിട്ടും എല്ലാ പ്രതാപവും അല്ലാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അമേരിക്കയുടെ കൂടെ ചേർന്ന് നിന്നാൽ, ഇന്ത്യ രാജ്യത്ത് ഫാഷിസ്റ്റ് ഭരണകൂടത്തിനോട് കൂടെ ചേർന്ന് നിന്നാൽ മുസ്ലിം സംഘടനകൾക്കും മുസ്ലിം രാജ്യങ്ങൾക്കും അന്തസ്സുണ്ടാകും, അഭിമാനമുണ്ടാകും എന്നുള്ള വ്യാമോഹമുണ്ട് എങ്കിൽ അത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആന്റെ ആജ്ഞയ്ക്കെതിരാണത്. അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിർദ്ദേശങ്ങളും മാത്രമേ നടപ്പിലാവുള്ളൂ. നമ്മുടെ താല്പര്യങ്ങൾ നടപ്പിലാവില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാവില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങൾ ശക്തരാവണം, ഒറ്റക്കെട്ടാവണം. സാമ്പത്തിക ശക്തി കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല. വഅദൂ ലഹും മസ്തതഅതും മിൻ ഖുവ്വ വമിൻ റിബാത്തിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും. നിങ്ങളെയും നിങ്ങളുടെ ശത്രുക്കളെയും നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ശക്തി നിങ്ങൾ സംഭരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സാമ്പത്തിക ശക്തി കൊണ്ട് മാത്രം അറബ് രാജ്യങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവർ വിചാരിച്ചുവെങ്കിൽ, ശക്തി സംഭരണത്തിലൂടെ ശത്രുവിനെ ഭയപ്പെടുത്തിക്കൊണ്ട് സൈനികമായ ശക്തിയുടെയും നീക്കത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനും നിശബ്ദമാക്കുവാനും നിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനും കഴിയുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ഇറാനിലൂടെ അത് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മറ്റ് അറബ് രാജ്യങ്ങളിലൂടെ അതിന്റെ നേരെ വിപരീത വശവും നമുക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക.